ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ സ്ഥലത്ത് അതായത് വാടക്കയിൽ പൊന്തുവള്ളം കളി മത്സരം നടക്കുകയാണ്. എന്താണ് ഈ പൊന്തുവള്ളം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ചേട്ടന്മാരൊക്കെ കടലിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊന്ത്. അപ്പം ഇതിൻ്റെ തുഴച്ചിൽ മത്സരമാണ്. ഒരു 3 സെറ്റ് ഓഫ് ട്രാക്സ് ഉണ്ട്. അതിൽ ഇവർ മത്സരിച്ച് വരുന്ന ആൾക്കാർക്ക് എത്ര രൂപയ്ക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പം ഇത് ഭയങ്കര രസമാണ്, അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറയണത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്ന് പോയി കാണാം. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. ഒരുപാട് ആൾക്കാർ വരും, ഇഷ്ടംപോലെ നമ്മുടെ വള്ളങ്ങളെയൊക്കെ കാണാൻ പോകുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി കണ്ടു നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ അനിയത്തിമാരെ ഒന്ന് വിളിക്കാൻ പോകാം. അവളന്മാർക്കും കാണാം. അവർ കുറച്ച് ദൂരേ ഉള്ളൂ, അവർ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ. ആണ്ടേ ഞാൻ ചെന്നപ്പോഴാണെങ്കിൽ ഒരാൾ പേരക്കയും പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിത് അനിയത്തിമാരെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഒരു ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ കൊടുന്ന പാട്. അച്ഛമ്മ ഇതിക്ക് മുമ്പ് ഇത് കണ്ടിട്ടുണ്ടോ? പൊന്തുവള്ളം കളി കണ്ടിട്ടുണ്ടോ? എങ്ങനെ, അടിപൊളിയാണോ? ആ, അലുമി കണ്ടിട്ടുണ്ടോ? ഇതിനിടയ്ക്ക് ഒരാളാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണീശനെ ഉണർത്താനുള്ള തത്രപ്പാട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇതുവരെയായിട്ട് സംഭവം തുടങ്ങിയിട്ടില്ല. പിന്നെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ മണ്ടത്തരങ്ങളും കാണിച്ചുകൊണ്ടിരുന്നു. പശു പൊന്നൂസ് വിളിക്കുന്നു, നോക്കൂ. ഒരാൾ പശുവിന് പേടി. ഹലോ ഗൈസ്, അർപ്പപ്പുഴയുടെ ഓളങ്ങളെ പുലകച്ചാർത്തണിയിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ കൊച്ചു ഗ്രാമമായ വടക്കിൽ പൊന്തുവള്ളങ്ങൾ. നമുക്ക് അങ്ങോട്ട് പോയാലോ? ലെറ്റ്സ് ഗോ. ജോലി, ഇതുവരെയായിട്ട് നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടില്ല. നിനക്ക് ഈ പരിപാടിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? നീ മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ 2-3 വർഷം, നാലാമത്തേതാണ് പൊന്തുവള്ളം കളി. 3 വർഷം വന്നിട്ടുണ്ട്. പക്ഷെ 3 വർഷം ഒരാൾ തന്നെ ജയിച്ചിട്ടുള്ളൂ, വേറെ ആരും മാറിയിട്ടില്ല. ആ ജയിച്ച ആളുടെ പേരെന്താണെന്നറിയോ? എനിക്ക് ഡൗട്ടാണ്. ഈ പ്രാവശ്യം അയാൾ തന്നെ ജയിക്കുന്നാണോ നീ പറയുന്നത്? ആണ്, അയാൾ തന്നെ ജയിക്കും. ഓക്കെ, നമുക്ക് നോക്കി അറിയാം. ഗൈസ്, പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല, അപ്പൊ നമുക്കൊരു മൊജിറ്റോ കുടിച്ചാലോ? ഗൈസ്, നമ്മുടെ നോവൽ ഇതാ വന്നിരിക്കുന്നു. ഇവിടെയാണ് റേസിംഗ് നടക്കുന്നത്. അവിടെ തൊട്ട് ഇവിടം വരെയാണ് റേസിംഗ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഗൈസ്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആണ്ടെ കുറേ പേരൊക്കെ ആണെങ്കിൽ പാലത്തിനടിയിലൊക്കെ കയറിയിരിക്കുക. അതിനിടയ്ക്ക് ഈ വള്ളം വന്നപ്പോൾ ആ ഫിനിഷിംഗ് ലൈൻ പൊട്ടിപ്പോയി. പിന്നെ ആ ഒരു ചേട്ടൻ ഇരുന്ന് ഫിനിഷിംഗ് ലൈൻ കിട്ടുന്ന ഇപ്പൊ കാണുന്നത്. എന്തോ പരിപാടി എന്തോ നടക്കാൻ പോകുന്നതാണ്. ആണ്ടെ ഇതാണ് പൊന്ത്. ഇപ്പം ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപയോഗിക്കുന്ന പൊന്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആണ്ടെ ഇതാണ് നമ്മുടെ മത്സരാർത്ഥികൾ. അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ട്രയൽസും സെമി ഫൈനൽസൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫൈനൽ ഉൾപ്പെടെ ഏറ്റവും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റൗണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല, ഈ ഒരു റൗണ്ടിൽ ആവേശം വേറെ ഒരു റൗണ്ടിലും ഇല്ലായിരുന്നു. ആ ഒരു ആവേശം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. ഇതിനിടയ്ക്ക് ജോലി നൈസായിട്ട് ആ വെള്ളത്തിൽ പോയി കയറി. ആര് ജയിക്കുമെന്നാണ് പൊന്നൂസ് പറയുന്നത്? ഈ ഒരു പൊന്തുവള്ളം കളി കാണാനായിട്ട് ഇത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നടത്തപ്പെടുന്നത് എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഈ അവസരത്തില് ആരെത്തും ഇവിടെ ശൈലേഷാണോ, കൊച്ചുമോനാണോ, രാമനാണോ,
നമ്മുടെ ജോലൂട്ടം പറഞ്ഞ പോലെ ശൈലേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെ ഇപ്രാവശ്യം കൊണ്ടുപോയി. കൊച്ചുപോലും വാതയും സതീശും കൂടെ കട്ടൊക്കെ മത്സരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ജയിക്കുമെന്ന്. സതീഷ് ജസ്റ്റ് മിസ്സായിരുന്നു. ബജ്ജിയുടെ തൊലി മാത്രം കഴിക്കുന്ന ഒരു കൊച്ച്. പരിപാടി